നമുക്കൊന്ന് ബാഴ്സലോണ വരെ പോയി വന്നാലോ? ഈ ട്രിപ്പ് പോയിട്ട് ഏകദേശം 1 മാസത്തോളായിട്ടോ. ഓൺ വോയിസ് വീഡിയോ ചെയ്യാനുള്ള മടി കാരണം അപ്ലോഡ് ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോവുമായിരുന്നു. ഓക്കെ, നമുക്ക് ട്രിപ്പിലോട്ട് വരാം. ഗേറ്റിലോട്ട് പോണ വഴിക്ക് ആസ് യൂഷ്വൽ കുറച്ച് ഡ്യൂട്ടി ഫ്രീ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബോർഡിങ്ങിനുള്ള ടൈമായി. EasyJet എയർവേസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. എനിക്ക് വിൻഡോ സീറ്റ് ഇഷ്ടമായത് കൊണ്ട് അത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലണ്ടനിൽ നിന്ന് ബാഴ്സലോണയിലോട്ട് 2.5 മണിക്കൂർ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത് കേട്ടോ. ഇതവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മളെടുത്ത ഹോട്ടലിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബെറ്റർ വ്യൂ കിട്ടാൻ വേണ്ടി, അതായത് സീ വ്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് ടോപ്പ് ഫ്ലോറിലോട്ട് അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ ആദ്യം പോയത് മോൺസെറാറ്റിലോട്ടാണ് കേട്ടോ. നമുക്കവിടെ ട്രെയിൻ വഴിയോ ഹൈക്ക് ചെയ്തോ കേബിൾ കാർ വഴിയോ ഒക്കെ എത്തിപ്പെടാവുന്നതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. ഇടയ്ക്കിടെ മണിനാദം കേട്ടുകൊണ്ടിരിക്കും. നല്ല സൈലൻസ് ആണ്. അവിടുത്തെ മൗണ്ടൻ വ്യൂ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഈ പോകുന്നില്ലേ, ഈ ട്രെയിൻ വഴിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ എവറിയുടെ തന്നെ ചീസ്, ഹണി പ്രോഡക്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. എവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവിടെ നടന്ന് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ഐക്കോണിക് ചർച്ച് വരുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഒരു മാതാവാണ് ഇവിടെ ഉള്ളത്. ബ്ലാക്ക് മഡോണ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ആ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഇവിടെ നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് മാതാവിൻ്റെ അടുത്ത് നിന്ന് പോയി ടോക്കൺ എടുക്കണമെന്ന് തോന്നുന്നു. എടുത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പോയത് വൈൻ ടേസ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വിൻയാർഡ്സ് കാണുന്നത്. അവിടെ നമുക്ക് വൈൻ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നും അതിനുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതുപോലെ ഒരുപാട് വൈൻ ടേസ്റ്റ് ചെയ്യാനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വൈൻ ബോട്ടിൽസൊക്കെ വാങ്ങിക്കാനും പറ്റും. ഇവിടെ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോയത് കേട്ടോ. കൂടെ ഉള്ളവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആർക്കിടെക്ട് ഗൗഡിയുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് കാണാനാണ് കേട്ടോ. അതിൻ്റെ പേരാണ് സഗ്രാഡ ഫെമിലിയ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സ്തൂപങ്ങൾ ഇരിക്കുന്നത് കാണാം. സ്വർഗത്തെയും ഭൂമിയെയും ആണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ആകുമ്പോൾ ഇതിൻ്റെ പണികൾ തീരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്ന ലൈറ്റ്സൊക്കെ നാച്ചുറൽ ലൈറ്റ്സ് ആണ് കേട്ടോ. നമ്മുടെ മുകളിലോട്ട് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റ്സ് ഇതുപോലെ കാണാം. ഇതല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ ലൈറ്റ്സും ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. 172 മീറ്റർ ഹൈറ്റാണ് ഇതിനുള്ളത്. അത്രയും ഉയരത്തിലുള്ള മേൽക്കൂരയൊക്കെ നോക്കാൻ നമുക്ക് പ്രയാസമായിരിക്കുമല്ലോ. നെക്ക് പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് അവരൊരു മിറർ താഴെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ടിക്കറ്റ് ഓൺലൈൻ വഴി മാത്രം എടുക്കുക. ഡയറക്റ്റ് പോകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇതിൻ്റെ മോർ ഹിസ്റ്ററി നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്, അല്ലെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഓരോ വീഡിയോസിലൂടെ ആയാലും, അല്ലെങ്കിൽ ഓരോ മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പിക്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഓഡിയോ ബുക്സും അവൈലബിൾ ആണ്. അതിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി, പിന്നെ ഇവർ എത്രത്തോളം സ്ട്രഗ്ലിംഗ് ആയിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ.
ഇതിൻ്റെ പേരാണ് ആർക് ഡു ട്രിയോംഫ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. 1888 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ ഗേറ്റ് വേ ആണ്. ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിലും ഓരോ ഷോപ്പ് ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ അങ്ങനെ അവർ വച്ചേക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഈ ബിൽഡിങ്സിൻ്റെ മുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. ഈ പാർക്കിൻ്റെ പേരാണ് സ്യൂട്ടഡേയ. ഇത് സ്പാനിഷ് പ്രൊനൗൺസിയേഷനാണ്. ഓരോ സ്ഥലത്തിൻ്റെ പേരും പ്രൊനൗൺസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല രീതിയിൽ ആൾക്കാർ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഴുതുന്ന മാതിരി ആയിരിക്കില്ല അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഒരു അടിപൊളി പാർക്കായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ആൾക്കാർ ഇവിടെ ഷൂട്ടിങ്ങിന് വരാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാൻ വരാറുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലേക്കിൽ നമുക്ക് വേണമെങ്കിൽ റോവിങ് ബോട്ട് കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ എടുത്തിട്ട് നമ്മുടെ റിസ്കിൽ ഇതുപോലെ തുഴഞ്ഞു പോകാനൊക്കെ പറ്റും കേട്ടോ. ഇത് കാറ്റലാൻ പാർലമെൻറ്റാണ് കേട്ടോ. നമുക്കൊരു ക്രൂസ് ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് നമുക്ക് ടാക്സി വഴി പോകാമായിരുന്നു, പക്ഷെ അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതാകുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും. നമുക്ക് നടന്ന് പോയി കാണുന്ന അത്ര ഒരു ഫീലിംഗ് ടാക്സി വഴി കിട്ടില്ലല്ലോ. അതുകൊണ്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതൊരു ചെറിയ ക്രൂസ് ട്രിപ്പാണ് കേട്ടോ. സമ്മർ ടൈമിൽ ലൈവ് ബാൻഡ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഓഫ് സീസണിൽ അതുണ്ടാവത്തില്ല. പിന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കിട്ടും, അത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഈവനിങ്ങിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുപാട് പ്രൈവറ്റ് യാറ്റ്സ് കാണാം കേട്ടോ. ഓരോ ഇതിനും ഏകദേശം ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ പൈസ വരുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഗൈഡിനെ വെയിറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഓഫ് സീസൺ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ അവരത് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യും. ഒരാൾക്ക് വേണ്ടി അവർ ചെയ്യത്തില്ല. ഇതെന്തോ ഒരു ലക്കിൽ നമുക്ക് കിട്ടിയതാണ്. ഒരു പ്രൈവറ്റ് ഗൈഡിന് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ട് കാണിച്ചു കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായാലും ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. പലരും പല രീതിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 18th സെഞ്ച്വറിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു കത്തീഡ്രൽ ഉണ്ട്. അതുപോലെ വലിയ മാഗസിൻസിന് വേണ്ടിയുള്ള മോഡലിംഗ് ഷൂട്ട്സ്, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ചില പോർഷൻസിൻ്റെ ഷൂട്ടിംഗ് എല്ലാം ഇവിടെയാണ് നടന്നിട്ടുള്ളത്. ഒരു ഫേമസ് ആയിട്ടുള്ള പേസ്ട്രി ഉണ്ട്, സിഷോ എന്നാണ് അറിയപ്പെടുന്നത്. അത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഐഫൽ ടവർ നിർമ്മിച്ചിട്ടുള്ള സെയിം ആർക്കിടെക്റ്റാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജിനെ ഐഫൽ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വില്ലേജ് ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് മൊണലിസ്. ഓരോരുത്തരുടെ വീടാണ്. ഔട്ട്സൈഡേഴ്സിന് വന്ന് വാങ്ങിക്കാൻ പറ്റില്ല, ജനറേഷൻസ് വഴി കൈമാറി പോകുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരൊറ്റ Airbnb ഉള്ളൂ. അത് കിട്ടണമെങ്കിൽ നല്ല ടൈം എടുക്കും, എക്സ്പെൻസീവും ആണ്. ഈ ബീച്ചിൻ്റെ പേരാണ് ഖലയ ഡി ഭല ബ്രൂഷൽ. ഇവിടുത്തെ തിരമാലകൾ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സമ്മർ ടൈമിലാണ് ഒരുപാട് ആൾക്കാർ വരുന്നതും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. നമ്മൾ ഓഫ് സീസണിൽ പോയത് കൊണ്ടാണ് തിരക്ക് കുറവ്. ഇതിൻ്റെ അടുത്ത് തന്നെ ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ.
ഇവിടുത്തെ ഫുഡൊക്കെ നല്ല റീസണബിൾ പ്രൈസിന് കിട്ടും, പക്ഷേ വളരെ ചീപ്പും അല്ല കേട്ടോ. അപ്പോൾ അതിലേ ഉള്ളൂ, നമ്മൾ തിരികെ പോവുകയാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.